തന്നെടി തന്നെ. നീ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയാണ് നിന്റെ അസുഖം. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസം നിന്റെ ഈ പഴയ സ്വഭാവം ഉണ്ടല്ലോ, ആൾക്കാർക്ക് സ്പ്രേ വാരി കൊടുക്കല്, നിന്റെ ബന്ധുക്കൾക്ക് ഉള്ള സോപ്പ് പൗഡർ എല്ലാം കൊടുക്കല്, ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. നീ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാനും ഇതിരി ഞെളിഞ്ഞൊക്കെ നിൽക്കും. നമ്മൾ തീരെ ചില്ലറക്കാരില്ലെന്ന് അവര് മനസ്സിലാക്കണം. ആ കൊടുത്ത് ഞാൻ ഒരു പരുവായി. ഓ, നാട്ടുകാർ കണ്ടാലും പറയും ഒരു പരുവത്തിലാണെന്ന്. അടി അത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട്, അല്ല നിന്നെ പോലെ അല്ല ഞാൻ. ഓ പിന്നെ ബാക്കിയുള്ളവരെ മനസ്സൊക്കെ അങ്ങ് ദുഷിച്ചതല്ലേ. എന്റെ മോ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ചാൽ ഞാൻ കാത്തിരിക്കുന്നത്. ആ ഒഴിച്ചൊഴിച്ച് വീട്ടിലെ എണ്ണ മൊത്തം തീർന്നു. 1960 ചീഞ്ഞ കോമഡി. തന്നെടി നീ 1960 ജനിച്ച മനുഷ്യൻ തന്നെ ഞാൻ. എന്നെ കൊണ്ട് ഇങ്ങനത്തെ കോമഡി അടിക്കാൻ പറ്റുള്ളൂ. എന്തോന്ന് ട്യൂ? 1960 കോമഡി കഴിച്ച കൗണ്ടർ മ്യൂസിക് വെച്ചോ. അയ്യോ അയ്യോ, രാവിലെ തുടങ്ങിയ രണ്ടുപേരും കൂടെ അതൊന്നും നല്ലൊരു ദിവസം വരുമെന്ന് അറിഞ്ഞിട്ട് രാവിലെ വന്നല്ലോ ചെറുക്കൻ വരണം പറയുമ്പോ കയറിയ കൊട്ടായി. അതൊന്നുമില്ലെങ്കിൽ അവൻ എന്റെ കൂട്ടുകാരനല്ലേ. നിന്നെ കാണാൻ കാത്തിരിക്കരുത്. നീ വാ. എന്തുവാ? ഒരു 25,000 രൂപ തരണം. നിങ്ങൾക്ക് ഇതിനിപ്പോ 25,000? ഈ ടിവിയിൽ ഒരു മറ്റേ പരിപാടി ഇല്ലടാ, ഒരു പുതിയ റിയാലിറ്റി ഷോ. ആൾക്കാരൊക്കെ വിളിച്ചൊരു 100 ദിവസം ഒരു വീട്ടിനകത്ത് പൂട്ടിയിട്ട് ഉള്ള. ഇന്നലെ നമ്മളെ വീട്ടിനകത്ത് കേബിൾ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയതാണ് ഇത് കണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാറുണ്ടായിരുന്നു. ഒരു കാരണമില്ലാതെ പുള്ളിയെ പറഞ്ഞു വിട്ടു. എനിക്ക് എന്റെ കോണം മാറിയില്ല. ഞാൻ അവിടെ ഇരുന്ന ടി വി എല്ലാം അടിച്ച് പൊട്ടിച്ച് കലി തീർന്നില്ല. അപ്പുറത്തെ വിളയിലുള്ള 7 വാഴയും വെട്ടിയിട്ട്. ബാക്കി കലി തീർത്തത് എവിടെയെന്നറിയാമോ? ഈ വീട്ടില്. മാമാ അവന്റെ വീട്ടിൽ പോയല്ലേ ദേഷ്യം തീർക്കാനുള്ളത്. നിങ്ങൾ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ പുതിയ ടി വി ആ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കത്തില്ല. എടാ അത് എനിക്ക് അറിയടാ. എടാ എന്റെ മോന് വാ തുറക്കെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ആഹാരം കഴിക്കുക, 2 പൊങ്ങച്ചം പറയുക. അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ സിമ്പിളായിട്ട് ടി വി വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഒരു തിയേറ്റർ എന്നെ കെട്ടിക്കൊടുത്താന്ന് പറഞ്ഞോളെ, അത്ര പൊങ്ങച്ചാണ് അവൻ. എന്റെ മോനെ പൊരി വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഈ മനുഷ്യനാണ് അത്രയും ദൂർത്തടിച്ച് തീർക്കണേടാ. നിങ്ങൾ ഈ പൊരുവേലെന്നൊക്കെ ചുമ്മാ ഗൾഫിനെ പറ്റി അങ്ങനെ പറയില്ല. അതൊക്കെ പണ്ടാണ്. അവിടെ ഇവിടെ അല്ല ഇപ്പോൾ ഒരുപോലെ തന്നെ. പിന്നെ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളൂ നമ്മളെ നാടും അവിടെ തമ്മിൽ. റോഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റോഡ് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ റോഡ് ഇങ്ങോട്ടൊന്ന് വാറ്റാടി അടിക്കും. പക്ഷെ അവിടുത്തെ റോഡ് അങ്ങനെയല്ല. കിഴക്കോട്ടാണ് വണ്ടി പോകണമെങ്കിൽ അങ്ങോട്ടേ പോകുള്ളൂ. അടിപൊളി. വടക്കോട്ടാണ് പോകണമെങ്കിൽ ആ വണ്ടി അങ്ങോട്ടേ പോകും. സൂപ്പർ. അപ്പൊ തെക്കോട്ടാണ് പോണെങ്കിൽ ആ വണ്ടി വരുമ്പോൾ നടുക്കേറിയുന്നത് മതി, കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയെങ്കിലും ചെയ്യടി. അതാണ് പിന്നല്ലാതെ. മക്കളെ സുഖങ്ങളൊക്കെ തന്നെയല്ലോ. എടാ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ? സുഖാണല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒരു കാര്യം ചോദിക്കും. നീ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് നീ എയർപോർട്ടിൽ എത്ര മണിക്ക് എത്തിയത്? 10 മണിക്ക് വന്നു. രാവിലെ 10 മണിക്ക്? 10 മണിക്ക് വന്നു. എടാ നമ്മൾ അർജുൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഗൾഫിൽ പോയടാ. ഞാൻ കണ്ടു എയർപോർട്ടിൽ. ഇല്ല എയർപോർട്ടിൽ വെച്ചല്ല, ഞാൻ കണ്ടു. ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് കണ്ട? ഇല്ല ഞാൻ കണ്ടു. പിന്നെ എവിടെ ചെയ്യേണ്ടത്? എടാ അതായത് ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ എന്റെ വിമാനം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവന്റെ വിമാനം ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് അവൻ കണ്ടു. കണ്ടിട്ടുണ്ട്. തുടങ്ങിയേട്ടാ. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വരുന്ന വഴിക്ക് ആ മുറ്റത്ത് നിറച്ച് പല ഇനത്തിലുള്ള ഒരു പക്ഷി അവിടെ കൊത്തിപ്പറക്കി തിന്നുന്നു. അത് എന്ത് ഇനത്തിൽപ്പെട്ട പക്ഷിയാണമ്മേ? ഈ പക്ഷികളെ മോഷ്ടിച്ചതിന്റെ പേരിലടാ പോലീസ് നിന്നെ 3 ദിവസം പിടിച്ച് ജയിലിട്ടത്. മാമി അത് ഏതിനത്തിൽപ്പെട്ട പക്ഷി? നാട്ടുകാരിപ്പോ ആ പക്ഷിയുടെ പേരിട്ടാണ് ഇങ്ങനെ വിളിക്കണത്. അപ്പൊ കോഴി. അച്ഛാ ഞാൻ വേറെ കളിച്ചത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്റെ വിലയ്ക്കും നിലയ്ക്കും അനുസരിച്ച് വേണം പെരുമാറാൻ. അച്ഛനെ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത് ബ്ലൈഡ് വാങ്ങിച്ചത്? അത് മോശമാണ്. ഇത് സ്ഥിരം പരിപാടിയാ. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. പറയണത് മാമ അത് ഈ ബ്ലൈഡിന് കൊടുക്കുന്നത് ശരിയല്ല. പലിശയൊക്കെ കൊള്ള പലിശയാണത്. ഞാൻ പറഞ്ഞോണ്ട് എടാ എനിക്ക് ഷേവ് ചെയ്യാൻ വേണ്ടി അവന്റെ അക്കൗണ്ടിൽ നിന്ന് 10 രൂപ എടുത്ത് ഞാനൊരു ബ്ലൈഡ് വാങ്ങിച്ചാലാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കണം. അതാണ് ഒരു കാര്യം, എനിക്ക് ഇന്ന് പോണം. എനിക്ക് പോണം, പോയേ പറ്റുള്ളൂ. അത് അറബിയും കൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് ജസ്റ്റ് വന്നപ്പോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ആമ ഒരു ചായ കിട്ടിയ വലിയ ഉപകാരമാണ്. കേട്ടോ, ചെറിയ തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നൊന്നുമില്ല. എടാ വന്ന് ഞാൻ ഇവിടെ ഉണ്ട്. സുഖങ്ങളൊക്കെ തന്നെ. സുഖളെ ബാക്കി എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര സുഖം. പിന്നെ നീ എനിക്ക് തിരിച്ചു പോകുന്ന നേരത്ത് ഒരു പാന്റ് ഷർട്ടും വാങ്ങാം. പാന്റ് ഷർട്ട് നല്ല കട എവിടെയുണ്ട്? നമ്മുടെ ഇവിടത്തെ കവലയിൽ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി കടയാണ്. മുകളിൽ പാന്റും താഴെ ഷർട്ടും. എങ്ങനെ? മുകളിൽ പാന്റും താഴെ ഷർട്ടും. എന്ത് മാറ്റമുണ്ടാ നമ്മളെ നാട്ടിന് സംഭവിച്ചത്. ഞാനൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോണ്ടല്ലോ താഴെ പാന്റും മുകളിൽ ഷർട്ടും ആയിരുന്നു. ഇപ്പോഴത്തെ പയ്യന്മാരെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെയാണ് താഴെ ഷർട്ട് ഇടുന്നത്? എടാ വേട്ടാവളി അങ്ങനെയല്ല. മുകളിലത്തെ നിലയിൽ പാൻസും താഴത്തെ നിലയിൽ ഷർട്ടും 2 നിലയുള്ള കടയാണത്. ഓ അങ്ങനെ. പിന്നെ ഒരു ചെക്കിട്ട് ആയിക്കോട്ടെ.
ചെക്ക് എടുക്കാം. അയ്യോ അതൊരു പാവപ്പെട്ടന്റെ കടയാണ്, അവിടെ ചെക്ക് എടുക്കൂലേ? അതല്ലടാ, ചെക്കിന്റെ ഷർട്ട് വാങ്ങാം. ചെക്കിന്റെ ഷർട്ട് അതൊക്കെ വാങ്ങാൻ പോവാൻ സമയത്ത് തന്നെ അത് വൈകുന്നേരം അതെ. പിന്നെ വേറെ നീ അറബിയും കൂടെ അവിടെ എന്തോ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു. ചെറിയൊരു സംഭവം അതെന്താണെന്നറിയോ, പുള്ളിയുടെ നിർബന്ധം കൊണ്ട് തുടങ്ങി. ഞാൻ ഈ പണ്ട് പ്രേമിച്ചൊക്കെ നടന്നതാണല്ലോ. അപ്പൊ അത് ചീറ്റിപ്പോയതിന്റെ ഒരു ഓർമ്മയ്ക്ക് ഈ യുവമിഥുനങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങൾ സത്യം പറഞ്ഞ ഒരിടവും ഇല്ല. എല്ലായിടത്തും പ്രശ്നങ്ങളും വഴക്കൊക്കെയാണ്. അതുകൊണ്ട് ഞാനൊരു പാർക്ക് അവിടെ നിർമ്മിച്ചു കൊടുത്തു പുള്ളിയായിട്ട് ചേർന്ന്. അപ്പൊ അവർക്ക് വന്നിരുന്ന് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് വന്നിരുന്ന് സല്ലപിക്കാം, സംസാരിക്കാം. അങ്ങനെയാണ് സംഭവങ്ങൾ. തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഒരു 2-3 ബെഡ്റൂം കൂടെ സെറ്റ് ചെയ്യാനുള്ളായിരുന്നു. നല്ല വരുമാനമായിരിക്കുമായിരുന്നു ഒരു സൈഡ് വാരം. അറബിയോട് പറയണം, നല്ല ബിസിനസ് ആയിരിക്കും. നമസ്കാരം. ഞാൻ സെൻസസ് എടുക്കാൻ വന്ന ആളാണ്. ആയിക്കോട്ടെ. ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഇവിടെ ഒരു 50 പേരുണ്ട്. 50 പേരുണ്ട്. 50 പേരൊന്നുമില്ല സാർ, 50 പേരൊന്നുമില്ല. 3 പേരേ ഉള്ളൂ. ഇവന്റെ അച്ഛൻ, അമ്മ. അങ്ങനെ എന്റെ വിലയ്ക്ക് നിലയ്ക്ക് അനുസരിച്ച് സംസാരിക്കണം. നമ്മൾ ഇതൊക്കെ കയറ്റി പറയണം. എന്ത് അല്ല നിനക്ക് നീ എന്തോ ഇത്, ഞാൻ ഒരു ഗൾഫുകാരനാണ്. ഇത് സർക്കാർ കാര്യമാണ്, ഇങ്ങനെ തള്ളി പറഞ്ഞ അകത്താവും. സർക്കാർ കാര്യമൊക്കെ എനിക്കും അറിയാം. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. സാറേ, പേരെന്താണ്? എന്റെ പേര് മൈക്കിൾ. മൈക്കിൾ. അച്ഛൻ ജോർജ് രവി. സാറേ, ഇവന്റെ അച്ഛന്റെ പേര് ജോർജ്. ജോർജ്. അച്ഛന്റെ പേരിലൊക്കെ എണ്ണം കൂട്ടി കാണിക്കണം. അല്പം കൈവിട്ട് പോയല്ലേ, സോറി. അമ്മ ഒരാളെ ഉള്ളൂ, മോളെ കുട്ടി. വീട്ടു നമ്പർ 10,01,00,000. 367. സാറേ അല്ല പോട്ടെ. ഇവിടെ പ്ലഗ് പോയിന്റ് എത്ര ഉണ്ട്? പ്ലഗ് പോയിന്റ് 60 എണ്ണം ഉണ്ട്. 60 പ്ലഗ് പോയിന്റോ? അതായത് വേറൊന്നുമല്ല, ഈ നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് പാവങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലത്തെ ചുവരിൽ ഒരു 10-40 സെറ്റ് ചെയ്തിട്ടുണ്ട്. പാവങ്ങൾ, നമ്മളിൽ പണം ഉണ്ടല്ലോ. സാറേ അത് വേറൊന്നും കൊണ്ടല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. അവൻ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ച് ഗൾഫിൽ പോകണുണ്ട്. സാറിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഓഫീസിലോട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഞാനിപ്പോ പോകുന്നില്ല. അല്ല, അവിടെ പ്ലഗ് പോയിന്റിലെ എന്റെ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണം. വന്നതിനെക്കാട്ടിയും വലുതാണ് പൊത്തിനകത്തിരുന്നത്. സാറേ, ജ്യൂസ് കുടിക്കാം. പൈനാപ്പിൾ ജ്യൂസാണ്. ഇതൊക്കെ കേട്ട് ദഹിക്കാൻ നല്ലതാണ്. വെറുതെ എന്തിനാണ് അച്ഛൻ, ഞാൻ ഇന്നങ്ങ് പോകത്തില്ലേ? ഞാൻ കുടിക്കാം മാമ, തന്നാ മതി. ഒത്തിരിയായി ഇത്. എടാ ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. നമ്മൾ അമ്പലത്തിന്റെ സെക്രട്ടറി. എനിക്കറിയാം. ഞാൻ വരുന്നത് പുള്ളി മഷീട്ട് പോയി കണ്ടുപിടിക്കും പോലെയാ. നമസ്കാരം. ഉത്സവമൊക്കെ തുടങ്ങിയതല്ലേ? എങ്ങനെയാ ഉത്സവ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം? 5 ദിവസത്തെ ഉത്സവമാണ്. അയ്യോ, അത് പോരാ. നമുക്ക് കുറഞ്ഞൊരു 10 ദിവസമെങ്കിലും ഉത്സവം വെക്കണം. അതെങ്ങനെ ശരിയാവും? അമ്പലത്തിലെ പൂജയും ചടങ്ങിൽ 5 ദിവസമേ ഉള്ളൂ. പിന്നെ എങ്ങനെ 10 ദിവസം നടത്താൻ പറ്റും? 5 ദിവസം പറ്റുള്ളൂ. 5 ദിവസമേ പറ്റുള്ളൂ. പിന്നെ ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് ഈ വർഷം 2 ആനയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. 2 ആനയോ? 2 ആന നമുക്ക് കുറഞ്ഞത് ഒരു 50 ആനയാക്കാം. തൃശ്ശൂർ പൂരത്തിന് പോലും 40 ആനേ ഉള്ളൂ. എടാ, അതാണ് നമ്മൾ അതിന്റെ മോളിൽ കയറ്റി കളിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് 50 ഞാൻ നിൽക്കല്ലേ, നിങ്ങൾ സമ്മാനപ്പെടും 50 ആന. ഈ 50 ആന കൊണ്ടുവന്നാലേ നമ്മൾ തലേ ദിവസം ഇവിടെ കെട്ടും. അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഒരു 10-25 എണ്ണത്തിന് ഞാൻ ഇവിടെ കുറ്റിയടിച്ച് കെട്ടിക്കോളാം. അച്ഛനമ്മ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും. പിന്നെ ഒരു 4-5 എണ്ണത്തിന് മസ്കറ്റ് ഹോട്ടലിൽ താമസിപ്പിക്കാം. ഒരു 5-6 എണ്ണം അളിയനും നോക്കും. പോരെ? അപ്പോൾ ആനയുടെ കാര്യം ഓക്കെ. ഇനി കലാപരിപാടി ഉദ്ഘാടനത്തിന്. കലാപരിപാടി അല്ല, എല്ലാ വർഷവും ഞാനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. വേണ്ട, കാരണം ഞാനാണല്ലോ ഈ നാട്ടിൽ ഇപ്പോ ഈ പ്രശസ്തനായിട്ടുള്ളത്. ഞാൻ നോക്കിക്കോളാം. ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ലെങ്കിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, എടാ ലാലു പിന്നെ ഫ്രീ ആയിരിക്കും. ലാലുവിന് ഓട്ടം ഉണ്ടല്ലോ. അന്ന് അവൻ പറഞ്ഞു ഉത്സവത്തിന് ഞാൻ കാണത്തില്ല, എനിക്ക് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യ, ഡ്രൈവർ ലാലു അല്ല, പിന്നെ മോഹൻലാൽ അറിയാവോ? എന്റെ പൊന്നപ്പോ, മോഹൻലാലിനെ അറിയാമോ? എന്ത് ചോദ്യം എന്നൊക്കെ. മോഹൻലാൽ ഒരിക്കൽ പണ്ട്, ഇപ്പോഴല്ല, നേരത്തെ കുറച്ച് മുന്നേ ഗൾഫിൽ വന്നായിരുന്നു സിനിമ ഷൂട്ടിന്. വന്നിട്ട് പുള്ളിക്ക് തിരിച്ചു വരാൻ കാശില്ല എന്നപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചോണ്ടൊന്ന് ചായയും തട്ടുദോശയൊക്കെ മാറ്റി കൊടുത്ത് ഞാനല്ലേ തിരിച്ചു വിട്ടത്. നല്ല പരിചയമുണ്ട്, വിളിച്ചാൽ വരും. വിളിച്ചവർ ഇനി അഥവാ ലാലയുടെ പിന്നെ വരുന്നില്ല, എന്തെങ്കിലും തിരക്കാണെങ്കിൽ നമ്മൾ മമ്മൂട്ടി വിളിക്കാം. മമ്മൂട്ടിയെ പരിചയമുണ്ടോ? ഇതെന്തുവാടേ ഇത് പറയുന്നത്? പറഞ്ഞു കൊടുക്കണ്ടേ ഇത് കാര്യങ്ങളൊക്കെ? എന്നെ കുറിച്ച് അറിയത്തില്ല. മമ്മൂട്ടി പരിചയമുണ്ട്. ഇപ്പോഴല്ല, പണ്ടുള്ള പരിചയമാണ്. പണ്ട് അമരം ഷൂട്ട് ഗൾഫിൽ വെച്ച് കടലിൽ നടക്കുന്ന സമയത്ത്. അത് ഇവിടുത്തെ കടലിൽ വെച്ച് നടന്നത്. അയ്യോ, ഇവിടെ ഉപ്പ് രസമുള്ള വെള്ളമല്ലേ കടലില്? അവിടെ മൊത്തം മിനറൽ വാട്ടറാണ്. അറിയാത്തോണ്ടാണ്. അങ്ങനെ വെച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് സ്രാവിനെ കിട്ടിയില്ല. ഈ ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഈ ഒരു സിനിമ കണ്ടായിരുന്നു? ആ സ്രാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാനാണ് ഒരു കൊതുമ്പ് വെള്ളം എടുത്തു പോയി ഉൾക്കടലിൽ നിന്ന് ഒരു സ്രാവിനെ ഒപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്ത ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് മുടങ്ങാതിരിക്കാൻ. അങ്ങനെ ഒരു പരിചയമുണ്ട്. വിളിക്കാം നമുക്ക്. അത് നമുക്ക് ഉദ്ഘാടനത്തിന് ഇവർ രണ്ടുപേരെ ആരെങ്കിലും. അപ്പൊ അത് ഓക്കെ. അടുത്ത കലാപരിപാടിക്ക് നമുക്ക് രഘുവിനെ വിളിച്ചാലോ? ഏത് രഘു? ഭീമൻ രഘു ഒരു മോഹിനിയാട്ടം ചെയ്യും. മോഹിനിയാട്ടം? ഓ,
അയ്യോ ഭീമന്റെ ഞങ്ങൾ ഗാനവേളക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും ചെയ്യും. Okay. നേട്ടമല്ലേ? ഒരു മെഗാഷോ ചെയ്യാതെ ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇനി ചെണ്ടമേളത്തിന് ആരെ വിളിക്കണോ? ചെണ്ടമേളം നമുക്ക് ജയറാമിനാക്കാം. മൊത്തം സെലിബ്രിറ്റി തന്നെ ഇരിക്കട്ടെ. ജയറാമിനെ നിനക്ക് പരിചയമുണ്ടോ? ജയറാമിന് എനിക്ക് പരിചയമില്ല. പരിചയമുള്ള ഒരു പയ്യനുണ്ട്, കഴിവുള്ളവനാ. അതായത് രമേശ് പിഷാരടി എന്ന് പറയും. പുള്ളിയുടെ ഗറഫിൽ വിളിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം. അപ്പൊ ഉത്സവം നമുക്ക് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 ലക്ഷം, ഒരു 1 ലക്ഷം, 1 ലക്ഷം, ഇവിടെ ലക്ഷം എല്ലാം കൂടെ ഒരു കോടി ഉത്സവം നടത്താം. 1 കോടിക്കാ ഉത്സവം? നിനക്കത്തെ വട്ടാടാ നിനക്ക്? എന്ത് കുഴപ്പമെന്ത്? അയ്യോ സുഹൃത്തെ, അകപ്പാടെ 46,000 രൂപ പിരിച്ചു വെച്ചിരിക്കുന്നു. അത് കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് എല്ലാവരും നിർത്തൂ. ബാക്കി കാര്യം ഞാൻ നിക്കല്ലേ. ഉത്സവം നമ്മൾ പൊടിക്കും. നീ എന്തുവാടെ കൊച്ചാക്കുന്ന രീതിയിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടി എന്തിനാ? ദഹിക്കാൻ നല്ലത്. അയ്യോ ഈ അച്ഛൻ എന്താ ഇത്? അച്ഛാ മിണ്ടരുതേ. ഓക്കെ ഞാൻ ഏറ്റു എല്ലാം ഞാൻ ഏറ്റു. നീ എന്ത് കണ്ടിട്ടാണ് ഈ 1 കോടി കൊടുക്കാന്ന് പറഞ്ഞത്? ചെക്ക് കൊടുക്കാന്ന്. ആ ചെക്ക് കൊടുത്ത് 15 കേസിലാണ് ഞങ്ങൾ രണ്ടും കൂടെ ഓടിക്കൊണ്ട് കേസ് പുറത്ത് നടക്കണത്. ചെക്ക് കൊടുക്കാന്ന്. അച്ഛാ എനിക്ക് ഭയങ്കര തലവേണം. അച്ഛൻ പറ്റുമെങ്കിൽ എനിക്ക് പോകേണ്ട സമയമായി. ഞാൻ ഡ്രസ്സ് പോലും മാറാൻ നിൽക്കുക. പോകുന്ന വഴിക്കേണ്ടതെല്ലാം ചെയ്യാനുള്ളത്. അച്ഛൻ പറ്റുമെങ്കിൽ ഒരു എന്താ പറയുക, തലവേനയ്ക്കുള്ള ഒരു ഗുളിക ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല, പുറത്ത് വാങ്ങിക്കണം. പോയിട്ട് വരും അച്ഛൻ, പോയിട്ട് വരും. ആ പിന്നെ 5 മണിക്ക് എനിക്ക് പോകാനുള്ളതാണ്. 5 മണിക്കാ? 5 മണിക്ക് പോകാം. എടാ അത് നടപടിയാവും തോന്നുന്നില്ല. എന്ത് പറ്റി? ഈ ഇപ്പോഴും പോയാലേ ഒരു 7 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തുള്ളൂ. അപ്പോഴത്തേക്കും നിന്റെ ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിരിക്കും. ഇല്ലില്ല, അത് വെയിറ്റ് ചെയ്യും. ഇവിടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇന്നത്തേക്കില്ല. അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തിരിക്കണം. ആ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. എടാ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ട് ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതെങ്ങനെ? അത് പണ്ട്, ഇപ്പോഴല്ല, എൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ, മനസ്സിലായില്ലേ? പുള്ളിക്ക് ഈ എയർപോർട്ടിൽ ഭാഗത്ത് ഒരു ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു. ഈ തട്ടുകടയിൽ പുട്ടും കടലക്കറിയുമാണ് മെയിൻ ആയിട്ട്. ഭയങ്കര മണമാണ് കടലക്കറി. ഈ കടലക്കറിയുടെ മണം അടിച്ചിട്ടാണ് എല്ലാവരും അവിടെ ഈ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം അപ്പം ഇങ്ങനെ കടലക്കറി വെച്ചുകൊണ്ട് നിന്നപ്പോൾ മുകളിലൊരു ചെറിയ ഹെലികോപ്റ്റർ വന്ന് കറങ്ങുക, മനസ്സിലായില്ലേ? അപ്പോൾ വെളിയിറങ്ങി നോക്കി മുകളിൽ നിന്ന് താഴേന്ന് എന്താ ഒരു മണം. അപ്പോൾ ഇവിടുന്ന് മുത്തച്ഛൻ ഇവിടുന്ന് അങ്ങോട്ട് കടലക്കറി വെക്കുക. പുള്ളി അവിടെ ഇറക്കി, ഹെലികോപ്റ്റർ അവിടെ ഇറക്കി കടലക്കറി കഴിച്ചിട്ട് നേരെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഈ കടലക്കറിയും പുട്ടിൻ്റെയും മണത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ചെറിയ വണ്ടികളിൽ ആൾക്കാർ വരാൻ തുടങ്ങി. ഒടുക്ക ഇവർക്കൊക്കെ വരാൻ സ്ഥലം കുറവായതുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ ഒരു മൺമട്ടി എടുത്തുകൊണ്ടൊന്ന് അവിടെയൊക്കെ വെട്ടിപ്പറിച്ച് എല്ലാം റെഡിയാക്കി. അങ്ങനെ അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുത്ത്. ആ സ്ഥലമാണ് ഇന്നത്തെ എയർപോർട്ട്. അതുകൊണ്ട് അവരാ കടമ. ഒരു 5 മിനിറ്റ് സമയം എനിക്ക് തരുമോ? അല്ല, റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കേൾക്കാം. വയ്യാത്തുണ്ടല്ലോ. വീട് ഇത് തന്നെ. അച്ഛൻ കണ്ട എന്തോ പ്രശ്നം ഉണ്ടാക്കി. കണ്ട സാധാരണ കള്ളന്മാരാണ് ഞാൻ മോഹം മറച്ച് കിടക്കുന്നത്. പോലീസ് മോഹം മറച്ച് നടക്കുന്നത് ആദ്യമായിട്ട് കാണുക. എന്താ പ്രശ്നം? അല്ല മക്കളെ, എന്താ പറയാ, നിനക്ക് ഈ തലവേനയുടെ മരുന്ന് വാങ്ങിക്കാനായിട്ട് അച്ഛൻ കടയിൽ പോയി. അപ്പൊ അയാൾ ചോദിച്ചു ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൻ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്, മോന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അത് കേട്ടതും ഇവരെന്റെ കൂടെ ഈ വന്നു. അല്ല നമസ്കാരം, മനസ്സിലായില്ല. ഈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വല്ല ചെക്കപ്പ് വല്ലതും നടത്തിയായിരുന്നോ? ഞാനോ? അയ്യോ, എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ചെക്കപ്പ് നടത്തിയെന്നല്ല, ഞാനെന്നല്ല, എൻ്റെ കൂടെ ഏകദേശം 10-250 പേര് യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ ഏകദേശം 249 പേരും ചെക്കപ്പ് ചെയ്തു. എന്നെ മാത്രം ചെക്ക്. എനിക്ക് അത്രയ്ക്ക് പിടിപാടുണ്ട്. എനിക്കതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ. ഇനിയുള്ള 24 ദിവസം ചേട്ടാ ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കണം. നമുക്ക് കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. അല്ല ഇത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം ഇത്? അല്ല ഏതായാലും നന്നായി. ഇതാവുമ്പോ നമുക്ക് ആർക്കും അസുഖം പകരത്തുമില്ല. നിന്റെ കുറെ തള്ളും അങ്ങ് നിൽക്കും.